പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കണ്ണൂരിലെ CPM-കാർ, നിക്ഷിപ്ത താല്പര്യക്കാരായിട്ടുള്ള സ്വാർത്ഥ താല്പര്യക്കാരായിട്ടുള്ള CPM-കാർ അവിടെ അവിടെ ഉന്നത ഉദ്യോഗസ്ഥനായി അവിടെ ദീർഘകാലം ജോലി ചെയ്ത നവീൻ ബാബുവിനെ കൊലപ്പെടുത്തിയതാണ് എന്ന് ഇന്നും വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ ഇന്നും ഉറച്ചു വിശ്വസിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. സ്വാഭാവികമായി നിങ്ങൾക്ക് ചോദിക്കാം, അങ്ങനെ തെളിഞ്ഞിട്ടുണ്ടോ? ഇന്ന് അങ്ങനെ തെളിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. എന്ന് മാത്രമല്ല, എല്ലാ കോടതികളും അതുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം വേണമെന്നുള്ള നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷയുടെ ആ ഹർജി തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ എങ്കിലും ഇപ്പോഴും പൊതുപ്രവർത്തകൻ എന്നുള്ള ഞാൻ വിശ്വസിക്കുന്നത് നവീൻ ബാബു കൊല്ലപ്പെട്ടതാണ് എന്ന് തന്നെയാണ്. സുഹൃത്തുക്കളെ, ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഒരുപക്ഷെ ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ വീഡിയോകൾ ചെയ്തിട്ടുള്ള ഒരാൾ ഞാനായിരിക്കും എന്നും ഞാൻ വിശ്വസിക്കുന്നു. ഏതാണ്ട് 50-ലധികം വീഡിയോകളാണ് ഈ നവീൻ ബാബുവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ ഞാൻ എൻ്റെ പ്രതിപക്ഷം യൂട്യൂബ് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അത് മഞ്ജുഷ ഹൈക്കോടതിയിൽ CBI അന്വേഷണമായിട്ട് വന്നപ്പോഴും ഞാൻ ഒരുപാട് വീഡിയോകൾ ചെയ്തു. അത് തള്ളിപ്പോയപ്പോൾ ഞാൻ വീഡിയോ ചെയ്തു. അതിനുശേഷം ഡിവിഷൻ ബെഞ്ചിൻ്റെ മുന്നിൽ വന്നപ്പോൾ ഞാൻ വീഡിയോ ചെയ്തു. അത് തള്ളിപ്പോയപ്പോൾ ഞാൻ വീഡിയോ ചെയ്തു. സുപ്രീം കോടതിയിൽ അവർ ചെന്നപ്പോൾ ഞാൻ വീഡിയോ ചെയ്തു. സുപ്രീം കോടതി ആ വിധി തള്ളിക്കളഞ്ഞപ്പോഴും ഇനി ഈ വിഷയം തീരുമാനിക്കപ്പെടാൻ പോകുന്നത് ജനകീയ കോടതികളിലാണ് എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്ത ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. സുഹൃത്തുക്കളെ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് അതൊരു കൊലപാതകമാണ് എന്നാണ്. അത് കൊലപാതകമാണ് എന്ന് സൂചിപ്പിക്കുന്നതിന് ഒരുപാട് തെളിവുകൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൻ്റെ മുന്നിലും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ മുന്നിലും സുപ്രീം കോടതിയുടെ മുന്നിലുമൊക്കെ ആ നവീൻ ബാബുവിൻ്റെ പാവപ്പെട്ട ഭാര്യ മഞ്ജുഷ അവതരിപ്പിക്കുകയുണ്ടായി. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ ഒരു പൊതുവിലുള്ള സാമൂഹ്യ വ്യവസ്ഥ, നിയമവ്യവസ്ഥയൊക്കെ അങ്ങനെയാണല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ല. അതൊന്നും അംഗീകരിക്കപ്പെട്ടില്ല എന്നുള്ളത് കൊണ്ട് അത് തള്ളിപ്പോയ ഒരു കാര്യമാണ്, അത് തെറ്റാണ് എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്കങ്ങനെ വിശ്വസിക്കാൻ കഴിയില്ല. കാരണം അത് വളരെ ആഴത്തിൽ അതെല്ലാം ഓരോ ഘട്ടത്തിലും പഠിച്ച് പരിശോധിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്കൊരു കാരണവശാലും ഈ കോടതികളുടെ തീരുമാനങ്ങൾ ശരിയാണ് എന്ന് വിശ്വസിക്കാൻ എനിക്ക് കഴിയില്ല സുഹൃത്തുക്കളെ. ഇപ്പോൾ സിംഗിൾ ബെഞ്ചിൻ്റെ വിധി വന്നു. അതിനകത്ത് കൗസർ എടപ്പകത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിംഗിൾ ബെഞ്ചാണ് അത് വിധിച്ചത്. CBI അന്വേഷണം വേണ്ട. അതിൽ പറഞ്ഞത് പോലീസ് അന്വേഷിക്കണം എന്നാണ്. കേരളത്തിലെ പോലീസ്, പിണറായിയുടെ പോലീസ് കണ്ണൂരിലെ പാർട്ടിക്കെതിരെ അന്വേഷിക്കണം എന്നാണ് ഈ കൗസർ എടപ്പകത്ത് എന്ന് പറഞ്ഞ ന്യായാധിപൻ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ അറിവ് അത്രേ ഉള്ളായിരിക്കാം. പക്ഷേ ജനങ്ങളത് വിശ്വസിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. അങ്ങനെ അദ്ദേഹം അത് തള്ളിക്കളഞ്ഞു. അദ്ദേഹം മഞ്ജുഷയുടെ യാതൊരു വിധത്തിലുള്ള വാദഗതികളും ഒന്ന് പരിശോധിച്ചില്ല എന്ന് സവിസ്തരം ഞാൻ പറഞ്ഞതാണ്. അദ്ദേഹത്തിൻ്റെ വിധിന്യായം വന്നതിന് ശേഷം ആ വിധിന്യായത്തിൻ്റെ തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് 3 വീഡിയോകൾ ഞാൻ ചെയ്തതാണ്. അത് കഴിഞ്ഞ് ഡിവിഷൻ ബെഞ്ചിൽ വന്നു. PB സുരേഷ് കുമാറും വേറെ ഒരു ജഡ്ജി ജോസി സെബാസ്റ്റ്യനാണ്, 2 ജഡ്ജി പറഞ്ഞുള്ളൂ. അവിടെയും മുൻധാരണ പോലെയാണ് എനിക്ക് അതിനകത്ത് തോന്നിയത്. അവിടെയും മഞ്ജുഷ പറയുന്നതൊന്നും അംഗീകരിക്കപ്പെടുന്നില്ല. നമുക്കറിയാം, അവിടെ മഞ്ജുഷ ഏർപ്പാടാക്കിയ മഞ്ജുഷയുടെ അഭിഭാഷകൻ പോലും മഞ്ജുഷയെ വഞ്ചിച്ചു. CBI അന്വേഷണം ആവശ്യപ്പെടണമെന്നാണ് മഞ്ജുഷ S ശ്രീകുമാർ എന്നൊക്കെ പറഞ്ഞിട്ട് അഭിഭാഷകനോട് ആവശ്യപ്പെട്ടത്. അയാൾ അവരുടെ ആവശ്യത്തിന് പകരം അവിടെ കോടതിയിൽ ചെന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുന്നത് പോലും നമ്മൾ കണ്ടു. സ്വന്തം കക്ഷിയെ വഞ്ചിക്കുന്ന അഭിഭാഷകനെ നമ്മൾ ഹൈക്കോടതിയിൽ നമ്മൾ കണ്ടു. അവസാനം ആ അഭിഭാഷകനെ തള്ളി പറയേണ്ടി വന്നു മഞ്ജുഷയ്ക്ക്. അവസാനം ആ അഭിഭാഷകനെ മഞ്ജുഷ നീക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷം സുപ്രീം കോടതിയിൽ ചെന്നപ്പോൾ യാതൊരു പരിഗണനയുമില്ലാതെ എടുത്ത് വലിച്ചെറിയാണ് സുപ്രീം കോടതി ചെയ്തത്. വിശദമായ കേസ് കേൾക്കാൻ പോലും സുപ്രീം കോടതി തയ്യാറായില്ല. അപ്പോൾ എന്നെപ്പോലുള്ള പൊതുപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം മനസ്സിലൊക്കെ വലിയ വിങ്ങലുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. ഒരു പാവപ്പെട്ട സ്ത്രീ, അവരുടെ ഭർത്താവ് സൽഗുണ സമ്പന്നനും സത്യസന്ധനുമായിരുന്ന ഒരു മനുഷ്യൻ, സത്യത്തിന് വേണ്ടി നീതിക്ക് വേണ്ടിയും പ്രവർത്തിച്ച ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ ആരുടെയൊക്കെ താല്പര്യത്തിന് വഴങ്ങി ആ മനുഷ്യൻ്റെ ജീവിതം എടുത്തു. നിക്ഷിപ്ത താല്പര്യക്കാർ, സ്വാർത്ഥ താല്പര്യക്കാരും ആ മനുഷ്യൻ്റെ ജീവിതം എടുത്തു. പക്ഷേ ആ മനുഷ്യന് വേണ്ടി നിലകൊള്ളാൻ, ആ മനുഷ്യൻ്റെ ഭാര്യ പറയുന്നത് കേൾക്കാൻ ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് ചെവി ഉണ്ടായില്ല, അത് കാണാനുള്ള കണ്ണുണ്ടായില്ല, അത് കേൾക്കാനുള്ള ബുദ്ധി അവർക്കുണ്ടായില്ല. അതിൻ്റെ കാരണങ്ങളൊക്കെ ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. സുഹൃത്തുക്കളെ, ഞാൻ ഏറ്റവും അവസാനമായി ചെയ്ത വീഡിയോ സുപ്രീം കോടതിയിൽ ആ കേസ് തള്ളിക്കളഞ്ഞപ്പോഴായിരുന്നു.
അപ്പോൾ ഞാൻ പറഞ്ഞു സുപ്രീം കോടതിയിൽ അത് തള്ളി. പക്ഷേ ഇനിയും ഒരു കോടതിയും കൂടി ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ആ കോടതി ജനകീയ കോടതി ആയിരിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട ജില്ലയിൽ ഈ വിഷയം തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടും. അവിടെ ആയിരിക്കും അന്തിമ വിധി വരുന്നത് എന്നാണ് ഞാൻ ചെയ്ത ഏറ്റവും അവസാനത്തെ വീഡിയോയിൽ ഞാനത് പറഞ്ഞു. പക്ഷേ സുഹൃത്തുക്കളെ, എനിക്ക് ഇപ്പോഴും വീണ്ടും ഞാൻ നവീൻ ബാബുവിനെ കുറിച്ച് ചിന്തിക്കാൻ നിർബന്ധിതനാവുകയാണ്. നവീൻ ബാബു എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ അനുഭവിക്കുന്ന ദുഃഖം എൻ്റെ മനസ്സിലും ദുഃഖമായി ഘനീഭവിച്ച് നിൽക്കുന്നു. എൻ്റെ മനസ്സിൽ ആ വിങ്ങൽ ഇപ്പോഴും നിലനിൽക്കുക സുഹൃത്തുക്കളെ. അങ്ങനെ നിൽക്കുമ്പോഴാണ് മലയാള മനോരമയിൽ വന്ന ഒരു വാർത്ത എൻ്റെ കണ്ണിൽ ഉടക്കിയത്. ആ വാർത്തയുടെ തലവാചകം ഞാൻ വായിക്കാം. നവീൻ ബാബുവിൻ്റെ മുൻ സഹപ്രവർത്തകൻ യാത്രയപ്പ് ചടങ്ങുകൾ ഒഴിവാക്കി വിരമിച്ചു. ആലോചിച്ച് നോക്ക്, എങ്ങനെയാണ് നമുക്ക് വൈകാരികമാകാൻ കഴിയാതിരിക്കുക? നവീൻ ബാബുവിൻ്റെ മുൻ സഹപ്രവർത്തകൻ യാത്രയപ്പ് ചടങ്ങുകൾ ഒഴിവാക്കി വിരമിച്ചു. ആ വാർത്ത ചങ്ങനാശ്ശേരി എന്നുള്ള വാർത്ത ഞാനൊന്ന് വായിക്കാം. 26 വർഷവും 16 ദിവസവും നീണ്ടുനിന്ന സർക്കാർ സേവനത്തിൽ നിന്ന് യാത്രയപ്പിൻ്റെ ആരവങ്ങളില്ലാതെ എം ആന്റണി പടിയിറങ്ങി. സുഹൃത്തുക്കളെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു ജീവനക്കാരൻ, അതിൽ 26 വർഷവും 16 ദിവസവും അദ്ദേഹം ജോലി ചെയ്തു. സ്വാഭാവികമായും ആ ജോലി അവസാനിച്ചു പോകുന്ന ഏതൊരു ജീവനക്കാരൻ്റെയും മനസ്സിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് യാത്രയപ്പ് ചടങ്ങ്. കാരണം 26 വർഷം ജോലി ചെയ്തിട്ടാണല്ലോ തിരിച്ചു പോകുന്നത്. നമുക്കറിയാലോ യാത്രയപ്പ് ചടങ്ങുകളുണ്ട്. യാത്രയപ്പ് കഴിയുമ്പം ആ വിരമിക്കുന്ന ഉദ്യോഗസ്ഥനെ അവരുടെ കൂടെയുള്ള ജീവനക്കാരൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് വിട്ടിട്ടാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ ഒരു ജീവനക്കാരനെ സംബന്ധിച്ചിടത്തോളം വിരമിക്കൽ ചടങ്ങെന്ന് പറഞ്ഞാൽ അയാളുടെ നെഞ്ചോട് ചേർത്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ്. ഇവിടെ പറയുന്നത് എന്താണ്? എം ആന്റണി എന്ന് പറയുന്ന ആ ജീവനക്കാരൻ 26 വർഷത്തെ സേവനത്തിന് ശേഷം ആരവങ്ങളില്ലാതെ പടിയിറങ്ങി. സ്വാഭാവികമായി എന്തുകൊണ്ടാണ് 26 വർഷം ജോലി ചെയ്തിട്ടും ആരവങ്ങളില്ലാതെ ആന്റണി പടിയിറങ്ങിയത് എന്ന് നമ്മളൊന്ന് ഓർക്കുമ്പോഴാണ് ഹൃദയഭേദകമായിട്ടുള്ള ഒരു സംഭവമാണ് അതിന് കാരണം എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. എന്താണ്? മേലുദ്യോഗസ്ഥനും സ്നേഹിതനുമായിരുന്ന നവീൻ ബാബുവിൻ്റെ അപ്രതീക്ഷിത വേർപിരിയലിൻ്റെ വേദന ചേർത്ത് നിർത്തിയാണ് ഈ ഉദ്യോഗസ്ഥൻ്റെ പടിയിറക്കം. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. ഇത്ര നമ്മുടെ മനസ്സിനെയൊക്കെ എത്രത്തോളം വേദനിപ്പിക്കുന്ന ഒരു സംഭവവികാസമാണ് എന്നാലോചിച്ച് നോക്ക്. മേലുദ്യോഗസ്ഥനും സ്നേഹിതനുമായിരുന്ന നവീൻ ബാബുവിൻ്റെ അപ്രതീക്ഷിത വേർപിരിയലിൻ്റെ വേദന ആലോചിച്ച് നോക്ക്. എങ്ങനെയാണ് നമ്മൾ വൈകാരികമാകാതിരിക്കുന്നത്? തൻ്റെ സഹപ്രവർത്തകൻ്റെ അപ്രതീക്ഷിത വേർപിരിയലിൻ്റെ വേദന സഹിക്കാൻ വയ്യാതെ അയാളുടെ സുഹൃത്തായ ഒരു ജീവനക്കാരൻ തനിക്ക് യാത്രയപ്പ് പോലും വേണ്ട എന്ന് പറഞ്ഞ് പോവുക. സുഹൃത്തുക്കൾ, എന്ന് ആലോചിച്ചു. അയാളുടെ മനസ്സിലുള്ള ആ വികാരം നമ്മുടെ മനസ്സിൻ്റെയും വികാരമായി മാറണ്ടേ? കുട്ടനാട് താലൂക്ക് ഓഫീസിൽ നിന്ന് ഡെപ്യൂട്ടി തഹസിൽദാരായിട്ടാണ് ചമ്പക്കുളം സ്വദേശി ആറിൽച്ചിറ എം ആന്റണി വിരമിച്ചത്. എം ആന്റണി അപമാന ഭാരം ഏറ്റുവാങ്ങി ജീവിതത്തിൽ നിന്നും പടിയിറങ്ങിയ നവീൻ ബാബുവിനോടുള്ള ആദരമായിട്ടാണ് തൻ്റെ നടപടി എന്ന് ആന്റണി വിശദീകരിച്ചു. എനിക്ക് ആന്റണിയെ അറിയില്ല. പക്ഷെ ആന്റണിയോട് എനിക്ക് വലിയ ബഹുമാനം തോന്നുകയാണ് സുഹൃത്തുക്കളെ. ആന്റണിയോട് എനിക്ക് വലിയ ആദരവ് തോന്നുകയാണ്. കാരണം 26 വർഷം ജോലി ചെയ്തിട്ട് ഇറങ്ങിപ്പോകുമ്പോൾ അദ്ദേഹം തനിക്കൊരു യാത്രയപ്പ് പോലും വേണ്ട എന്ന് പറഞ്ഞിട്ട് അത് അപമാന ഭാരം ഏറ്റുവാങ്ങി ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങിയ നവീൻ ബാബുവിനോടുള്ള ആദരമായി ആ മനുഷ്യൻ ആ എം ആന്റണി അത് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ആന്റണിയോട് ബഹുമാനം തോന്നാതിരിക്കുക? ഞാൻ ആന്റണിയുടെ ഫോട്ടോ പോലും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ എനിക്ക് ആന്റണിയോട് ഒരുപാട് ബഹുമാനം തോന്നുന്നു എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ആന്റണി ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ വീഡിയോയിലൂടെ എനിക്ക് ആന്റണിയോടുള്ള ബഹുമാനം ഞാൻ അർപ്പിക്കുകയാണ്. അതിനകത്ത് പറയാണ്, കാസർകോട്ടേക്ക് സ്ഥലമാറ്റം ലഭിച്ച കാലത്താണ് ADM ആയിരുന്ന നവീൻ ബാബുവിന് കീഴിൽ ഡെപ്യൂട്ടി തഹസീൽദാറായി ആന്റണി ജോലി ചെയ്തത്. പൊതുജനങ്ങളോട് അനുഭാവപൂർവ്വമായി ഇടപെട്ട ആളായിരുന്നു എന്ന് നവീൻ ബാബുവിനെ കുറിച്ച് ആന്റണി ഓർക്കുന്നു. പറഞ്ഞാൽ ഏതോ ഒരു സമയത്ത് നവീൻ ബാബുവിൻ്റെ കീഴിൽ ജോലി ചെയ്ത ആളാണ് ഈ എം ആന്റണി. ആ എം ആന്റണി തൻ്റെ 26 വർഷത്തെയും 16 ദിവസത്തെയും സേവനം പൂർത്തിയാക്കി പോകുമ്പോൾ നവീൻ ബാബുവിനോട് ആദരം അർപ്പിച്ചിട്ട് പോവുകയാണ് സുഹൃത്തുക്കളെ. എത്ര വലിയൊരു വികാരമാണ് അയാൾ പ്രകടിപ്പിച്ചത് എന്ന് നമ്മളൊന്ന് ആലോചിച്ചു. ഇതുപോലുള്ള വികാരങ്ങൾ ഇന്ന് സമൂഹത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ കൂടുതൽ വൈകാരികമായി പോകും എന്നുള്ളത് കൊണ്ട് ഞാൻ കൂടുതൽ ഈ വീഡിയോ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എം ആന്റണിയോടുള്ള എൻ്റെ ആദരം, എൻ്റെ ബഹുമാനം
ആയിട്ട് ഈ വീഡിയോ എ എം ആന്റണി, എവിടെയോ ഇരിക്കുന്ന എ എം ആന്റണി, ഞാൻ കണ്ടിട്ടില്ലാത്ത എ എം ആന്റണി, ഞാനൊരു ഫോട്ടോയിൽ പോലും കണ്ടിട്ടില്ലാത്ത എം ആന്റണി, ആന്റണിയോടുള്ള എൻ്റെ ആദരമാണ്, എൻ്റെ ബഹുമാനമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പ്രതിഫലിപ്പിക്കുന്നത് എന്ന് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്.